അനുഗ്രഹകരമായ ഒരു ദിവസം ഈ ദേവാലയത്തിലെ നിങ്ങളുടെ ആക്കുന്ന വലിയ കൃപയോട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കോശി മണച്ചൻ, നിങ്ങളെ പോലെയുള്ള എല്ലാ യുവ വൈദികർക്കും ഇടവക ശുശ്രൂഷയിൽ എന്നും മാതൃകയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഞാൻ ഏറെ പ്രോത്സാഹനം നൽകുകയും ഇടവക ശുശ്രൂഷകളിൽ വചന പ്രഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പോലെയുള്ള യുവ വൈദികരെയൊക്കെ ക്ഷണിക്കുകയും അവസരം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ്. വളരെ സ്നേഹമുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ്. പ്രത്യേകമായിട്ട് ഈ ദേവാലയത്തിലേക്ക് ഇന്ന് കടന്നു വരുവാൻ ക്ഷണിച്ചതിനുള്ള പ്രത്യേകമായ നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. പരിശുദ്ധ നോമ്പിന്റെ പാതി കഴിഞ്ഞ് അവസാനത്തേക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് പരിശുദ്ധ നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ദേവാലയമൊക്കെ പെയിന്റടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. എന്താ നോമ്പിന്റെ അനുഭവം എന്ന് ചോദിച്ചാൽ ഈ പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് നോമ്പ്. ആരും മസിൽ പിടിച്ചിരിക്കണം. നമ്മള് ഈ പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് നോമ്പ്. നമ്മുടെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ കാരണം ഉണ്ടാകുന്ന ചില വിഷമതകൾ, ബലഹീനതകൾ ഇതൊക്കെ നമ്മുടെ പരിശുദ്ധ നോമ്പാകുന്ന ഈ ചക്രത്തിലൂടെ കടന്നു പോകുമ്പോൾ മാറ്റപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ്. പിതാക്കന്മാർ ഓരോ വർഷവും ഈ നോമ്പ് ആചരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ നോമ്പ് നോക്കുകയാണ്. 10 വയസ്സ് നമുക്ക് ഒന്നും വിചാരിക്കാം. വിവേകം വരുന്ന ഒരു പ്രായം, അല്ലെങ്കിൽ 15 വയസ്സ്. 15 വയസ്സ് മുതൽ 70, 75, 80 ഒക്കെ പ്രായമായ വ്യക്തികൾ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏകദേശം 50, 55, 60, 65 വർഷമായിട്ട് നോമ്പ് നോക്കുന്നവരാണ്. എന്തിനാണ് ഇങ്ങനെ നോമ്പ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ നോമ്പിലും ഏറ്റവും കുറഞ്ഞത് ഒരു സുഹൃത്തെങ്കിലും നമ്മൾ നേടിയെടുക്കണം. അതിനുവേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ വർഷവും സുഹൃത്തുക്കൾ നേടിയെടുത്ത് ഈ ലോകത്തിൽ നിന്ന് പോകാറാകുമ്പോൾ നമ്മൾ ആരെ മാറുന്നു? വിശുദ്ധരായി. ഇതാ പരിശുദ്ധ നോമ്പിന്റെ ഉദ്ദേശം. ഒരു വിശുദ്ധരായി ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കടന്നു പോകണം. പിതാക്കന്മാർ നോമ്പിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഇതാണ്. അപ്പൊ ഈ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തുമാത്രം ഇതിന്റെ അവസാനത്തോടെ നമ്മൾ എത്തുകയാണ്. പര്യവസാനിക്കാനായിട്ട് ഇനി ഒരാഴ്ച മാത്രം ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ എന്തുമാത്രം സുഹൃത്തം ഇതിനോടകം പ്രാപിച്ചെടുത്തു, നേടിയെടുത്തു എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പിന്റെ കാലയളവ് ഇടയാകണം. അങ്ങനെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കണം. ഈ സന്ധ്യയിൽ അല്പനേരം നിങ്ങളോടൊത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ ദേശീയതയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹറോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വയ്ക്കണം. ഇത് തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാണ്. അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കണം. ലേവ്യ പുസ്തകം അത്ര ഇഷ്ടമുള്ള ഒരു പുസ്തകമല്ല ആർക്കും.
കാരണം മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കും. കുഷ്ഠരോഗം വന്ന് സുഖമായ എന്ത് ചെയ്യണം, ശാപത് എങ്ങനെ ആചരിക്കണം, 50-ാം വർഷം വരുമ്പോൾ എങ്ങനെ ആചരിക്കണം, ദാസന്മാരെ എന്ത് ചെയ്യണം, പെസഹ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, മുഴുവൻ നിയമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. അതുകൊണ്ട് തന്നെ ആ പുസ്തകം എത്തുമ്പോൾ പലപ്പോഴും പലരും വായന നിർത്തും. എന്നാൽ ഈ വേദഭാഗം വളരെ മനോഹരമായ വേദഭാഗമാണ്. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയായ ദൈവം മോശയ്ക്ക് ചില കൽപ്പനകൾ നൽകുകയാണ്. കുറെ ഇൻസ്ട്രക്ഷൻസ് നൽകുകയാണ്. ആ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ 4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഒരു വിളക്ക് കത്തിക്കുന്നതിനെ സംബന്ധിച്ച് യഹോവ നൽകുന്ന ഇൻസ്ട്രക്ഷനാണ്. ഒരു വിളക്ക് എങ്ങനെ കത്തിക്കണമെന്ന് നമുക്കറിയാം. വിളക്ക് കത്തിക്കുന്ന അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ യഹോവ വളരെ സൂക്ഷ്മതയോടെ ആ വിളക്ക് നോക്കിക്കാണുകയും ആ വിളക്ക് കത്തിക്കുകയും ചെയ്യണമെന്ന് മോശയോട് അരുളി ചെയ്തതാണ്. വിളക്ക് അഥവാ പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഉപയോഗിക്കാത്ത ഏതെങ്കിലും മതങ്ങളുണ്ടോ? വിളക്ക് ഉപയോഗിക്കാത്ത, ഒരു ചെറിയ മെഴുകുതിരിയിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും മതങ്ങളുണ്ടോ? ഇല്ല. എല്ലാ മതങ്ങളിലും വിളക്കും വെളിച്ചവും ഒക്കെ ഉണ്ട്. ചില മതങ്ങളിൽ വിളക്കിന്റെ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഉത്സവങ്ങൾ ആചരിക്കുന്ന മതങ്ങൾ പോലും ഉണ്ട്. നമുക്കറിയാം, ഹൈന്ദവ മതത്തിൽ വെളിച്ചത്തിന്റെ ഉത്സവത്തിൽ പറയുന്ന പേര് ദീപാവലി. വേദോത്സവം നോക്കുമ്പോൾ നമ്മൾ പറയും യഹൂദന്മാരുടെ വെളിച്ചത്തിന്റെ ഉത്സവത്തിന്റെ പേര് ആർക്കറിയാം? ഹനൂക്ക. ക്രൈസ്തവ മതത്തിലെ വെളിച്ചത്തിന്റെ ഉത്സവത്തിന്റെ പേരെന്താ? പറയും. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നതോട് നമ്മൾ പറയും വെളിച്ചത്തിന്റെ ഉത്സവം പ്രസവമാണ്. അല്ല, ക്രൈസ്തവ മതത്തിൽ വെളിച്ചത്തിന്റെ ഉത്സവം ദനഹ പെരുന്നാൾ. ദനഹ എന്ന വാക്കിന്റെ അർത്ഥം മക്കളെ പറ. ദനഹ എന്ന വാക്കിന്റെ അർത്ഥം കണ്ടസ്റ്റു പിടിക്കുന്ന പിള്ളേരൊന്നും ഇവിടെ. ഉദയം. ഉദയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സത്യപ്രകാശമായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് യോർദാൻ നദിയിൽ സ്നാനമേറ്റ് ഈ ലോകത്തിന്റെ രക്ഷകനായി മാറി ഉദയം ചെയ്യുന്ന ആ പെരുന്നാളിനെ നമ്മൾ ആചരിക്കുന്നത് ദനഹ പെരുന്നാളിലൂടെ. ഒരു ചോദ്യം, ഏറ്റവും കുറവ് ആളുകൾ പങ്കെടുക്കുന്ന മോറാനായ പെരുന്നാൾ എന്ന് പറയാം. ഏറ്റവും കുറവ് ആളുകൾ പങ്കെടുക്കുന്ന മോറാനായ പെരുന്നാൾ ഏതാണ്? ദനഹ പെരുന്നാൾ. ഇപ്പൊ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പള്ളിയില് അവിടുത്തെ ശുശ്രൂഷകരോട് ചോദിച്ചു, നിങ്ങൾ ദനഹ പെരുന്നാൾ കണ്ടിട്ടുണ്ടോ? അതച്ഛനെ 2012 കണ്ടായിരുന്നു. എങ്ങനെ കണ്ടെന്നറിയാമോ? ദനഹ പെരുന്നാളായ ജാനുവരി 6 ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് മാത്രം ദനഹ പെരുന്നാൾ കണ്ടു. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു പെരുന്നാളാണ്, വെളിച്ചത്തിന്റെ ഉത്സവമാണ് ദനഹ പെരുന്നാൾ. പോട്ടെ, അത് പറയാനായിട്ടല്ല ഞാൻ വന്നത്. ദനഹ പെരുന്നാൾ എന്ന് പറയുന്ന ആ വെളിച്ചത്തിന്റെ ഉത്സവം, എല്ലാ മതങ്ങളിലും ഈ വെളിച്ചത്തിന്റെ ഉത്സവങ്ങളുണ്ട്. എല്ലാ മതങ്ങളിലും വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം, ദീപം ഉപയോഗിക്കുന്ന മതങ്ങളാണ്. എല്ലാ തത്വസമൂഹങ്ങളിലും ഈ വെളിച്ചമുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു പദമുണ്ട്, അക്ഷര വെളിച്ചം. കേട്ടിട്ടുണ്ടോ? അക്ഷര വെളിച്ചം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു കുറെ നാൾ മുമ്പ്. ഉണ്ടോ എനിക്കറിയില്ല. അക്ഷരവും വെളിച്ചവും തമ്മിൽ ബന്ധിപ്പിക്കുക, ഇങ്ങനെ അനേക പ്രതീകങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും. അക്ഷരവും വെളിച്ചവും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറഞ്ഞാൽ വെളിച്ചം എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത്?
നമുക്ക് കിട്ടുന്ന ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നതാണ് വെളിച്ചം. ബുദ്ധൻ എന്തുണ്ടായെന്ന് പറയുന്നത്? ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ, ബുദ്ധമതം സ്ഥാപിച്ച ബുദ്ധൻ എന്തുണ്ടായെന്ന് പറയുന്നത്? ബോധോദയം ഉണ്ടായെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എൻലൈറ്റൻമെന്റ് എന്ന ബോധോദയം. ഈ ലോകം സങ്കടകരമാണ്, ഈ ലോകത്തിലെ എന്തിനെ മോഹിച്ചാലും അതെല്ലാം സങ്കടമാണ്. ബുദ്ധൻ ഈ ബോധമുണ്ടായപ്പോൾ അതിന് പറയുന്ന പേര് അത് വെളിച്ചം, ബോധോദയം. അപ്പൊ ഇവിടെ വെളിച്ചം പ്രതിനിധീകരിക്കുന്നത് എന്തിനാണ്? ബോധത്തെ. മലാഖി പ്രവചന പുസ്തകത്തിൽ യഹോവയെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. യഹോവ നീതിസൂര്യനായ ദൈവം. ആരെ? നീതിസൂര്യനായ ദൈവം. ഇവിടെ വെളിച്ചം എന്നതിനെ പ്രതിനിധീകരിക്കുന്ന നീതിയും സൂര്യനും. ഇങ്ങനെ അനേക പ്രതീകങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും. എല്ലാ തത്വസംഹിതകളിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷെ മനോഹരമായ ഒരു പ്രതീകം നിങ്ങളുടെ മുന്നിൽ ഈ രാത്രിയിൽ ചിന്തിപ്പാനായിട്ട് വഹിക്കുകയാണ്. അത് സദൃശവാക്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമാണ്. വേദപുസ്തകമുള്ളവർ നടിമാരിട്ട് സദൃശവാക്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ആരെങ്കിലും വായിക്കാമോ? മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യന്റെ ആത്മാവ്, ശ്രദ്ധിച്ചു കേട്ടോടെ, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വെളിച്ചത്തിനെ പ്രതിനിധീകരിക്കുന്നത് ആത്മാവെ. മനുഷ്യന്റെ ആത്മാവിനെയാണ് വെളിച്ചം പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യയിൽ നമ്മൾ ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, സദൃശവാക്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യവും ചേർത്ത് വെച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അതിൽ ഒന്നാമത്തെ ചിന്ത 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ദീപം എന്താ പറഞ്ഞേ? ദീപം എന്താ പറഞ്ഞേ? മനുഷ്യന്റെ ആത്മാവ്. പറഞ്ഞതുപോലെ ദീപം എന്തോ? മനുഷ്യന്റെ ആത്മാവ്. യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കണം, നിത്യം കത്തിക്കൊണ്ടിരിക്കണം. മനുഷ്യന്റെ ആത്മാവ് കത്തുന്നുണ്ടോ? ഇല്ലേ? കേട്ടോ, മനുഷ്യന്റെ ആത്മാവ് കത്തുന്നുണ്ടോ? ജ്വലിക്കുന്നുണ്ടോ? പ്രകാശിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒന്നാണ്, മനുഷ്യന്റെ ആത്മാവ് ജ്വലിക്കുന്നുണ്ട്. എവിടെയാണ് ജ്വലിക്കുന്നത്? മാമോദീസ എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളാരെ മാറും? നമ്മുടെ ആത്മാവ് ജ്വലിക്കുന്നതായി മാറും. അപ്പൊ മനുഷ്യന്റെ ആത്മാവ് ജ്വലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ അത് ജ്വലിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കണമെന്നല്ല, പിന്നെന്തോ? ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. ഈ 4 വാക്യങ്ങൾ 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ 5 പ്രാവശ്യം ഈ നിത്യം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിത്യം എന്ന പദം ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി. 4 വാക്യങ്ങൾക്കിടയിൽ 5 തവണ നിത്യം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ നിത്യം? പഴയ നിയമത്തിന്റെ മൂലഭാഷ ഏതാണ്? പഴയ നിയമം എഴുതപ്പെട്ട ഭാഷ ഏതാണ്? അറിയാമോ? കറക്റ്റ്, ഹീബ്രു. എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത്. ആ എബ്രായ ഭാഷയിൽ നിത്യം എന്ന പദത്തിന് എഴുതിയിരിക്കുന്ന പദം ദാവീദ് എന്നൊരു പദമാണ്. ദാവീദ്. ആ പദത്തിന് നിത്യം എന്ന അർത്ഥമുണ്ട്. എന്താ നമ്മൾ നിത്യം എന്ന് പറഞ്ഞാൽ എന്താ?
ഡെയിലി നമ്മള് നിത്യവും പല്ല് തേക്കുന്നു അല്ലെ? നമ്മള് നിത്യവും രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാറുണ്ട്, നമ്മൾ നിത്യവും കുളിക്കാറുണ്ട്. എന്താണ് എന്റെ അർത്ഥം? വി ഡു ഇറ്റ് ഡെയിലി. നമ്മളെല്ലാ ദിവസവും അത് ചെയ്യുക, നിത്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായ ഒരു അർത്ഥം ഈ നിത്യം എന്ന പദത്തിനുണ്ട്. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഡു നോട്ട് സീസ് എന്നാണ്. ഒരിക്കലും നിന്നു പോകാത്തത്, അതാണ് നിത്യം. ഒരിക്കലും നിന്നു പോകാത്തത്. അപ്പൊ മനുഷ്യന്റെ ആത്മാവ് നിത്യ കത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മാമോദീസ എന്ന കൂദാശയിലൂടെ ഒരു മനുഷ്യന്റെ ആത്മാവ് ജ്വലിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. അത് ഒരിക്കലും നിന്നു പോകാനായിട്ട് ഇടയാകണം. ഇതാ ദൈവം മോശയോട് പറയും. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ കെടുത്തി കളയാൻ നമുക്ക് ഇടയാകരുത്. അങ്ങനെയെങ്കിൽ ഇതിനെ ജ്വലിപ്പിക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ ഇതിനെ ജ്വലിപ്പിക്കാൻ എന്ത് ചെയ്യണം? ശീമാ നമസ്കാരം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓക്കെ. അതിന്റെ ആമുഖത്തിൽ ഇഗ്നാത്യോസ് ബർവാഹി എന്ന് പറയുന്ന പിതാവ് ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 10 യാമപ്രാർത്ഥനകൾ 10 ഇന്ദ്രിയങ്ങളോട് സമമാണ്. 10 യാമപ്രാർത്ഥനകൾ 10 ഇന്ദ്രിയങ്ങളോട് സമമാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? എനിക്ക് ഇന്ദ്രിയം എത്ര ഉണ്ട്? ഇന്ദ്രിയങ്ങളുണ്ട് 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. ബാക്കി 5 എവിടുന്ന? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ പദമുണ്ട്. അകത്തെ മനുഷ്യൻ. ഒരു മനുഷ്യന്റെ ഉള്ളിൽ വേറൊരു മനുഷ്യൻ. ആരാത്? ഒരു മനുഷ്യന്റെ ഉള്ളിൽ വേറൊരു മനുഷ്യനുണ്ട്. അവന് വരുന്നുണ്ട് ഈ ഇന്ദ്രിയങ്ങളുണ്ട്. 10 ഇന്ദ്രിയം ഒക്കെ ആയി. യാമപ്രാർത്ഥന എന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ തെറ്റുക. 10 യാമപ്രാർത്ഥനകളുണ്ടെന്ന് നമ്മൾ പറയുന്നത് 10 ഇന്ദ്രിയം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ദ്രിയത്തിന്റെ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. ഇനി 10 യാമപ്രാർത്ഥനകൾ എങ്ങനെയാണ്? ഇങ്ങനെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചിട്ടുണ്ടോ? രാത്രി നമസ്കാരത്തിൽ എത്ര കൗമായുണ്ട്? അത് 4 യാമപ്രാർത്ഥനകളാണ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി രാവിലെ നടന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര യാമപ്രാർത്ഥനകളായി? രാത്രി നമസ്കാരത്തിന്റെ 4, ബാക്കി എന്നുണ്ട് 6. 6 4 10 യാമപ്രാർത്ഥനകൾ 10 ഇന്ദ്രിയങ്ങളോട് സമമാണ്. അതിന്റെ അർത്ഥം ഓരോ യാമപ്രാർത്ഥനയും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണമാണ്. മനുഷ്യന്റെ സമയം ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. മണിക്കൂർ 24 തന്നെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ പറയും ഒന്നിന് സമയമില്ല. അപ്പൊ അങ്ങനെ പറയുന്ന ആള് മനുഷ്യൻ ഇങ്ങനെ പരാതി പറയുന്നത് കേട്ടിട്ട് സഭ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 7 നേരം ഒന്ന് പ്രാർത്ഥിക്കേണ്ട, ഒരു 3 നേരം പ്രാർത്ഥിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. അങ്ങനെ കുറെ നാള് പോയി നമുക്ക് വീണ്ടും പരാതി, അച്ഛോ ഈ ഉച്ചയ്ക്കൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ അവിടെ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. സഭ അതൊരു കാര്യം ചെയ്യും, രാവിലെ വൈകിട്ടെങ്കിലും പ്രാർത്ഥിക്കും. ഇപ്പൊ നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നത്? ഈ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം നടക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ജ്വലിക്കുന്നുണ്ടോ? ഓരോ യാമപ്രാർത്ഥനകളിലും ഓരോ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം. വൈദികരായ ഞങ്ങൾക്ക് പോലും ഈ 7 യാമപ്രാർത്ഥനകൾ നടത്താനായിട്ട് കഴിയാറില്ല. യാമപ്രാർത്ഥനകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണത്തിനാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഏറ്റവും മനോഹരമായ ഒരു കവിതയുണ്ട്, ഞാൻ എന്ന് പറയുന്ന ഒരു കവിത. അതിനകത്ത് ഒരു വരി ഇങ്ങനെയാണ്: ശിവം എന്നിൽ
ശിവൻ എന്നിലില്ലെങ്കിൽ ശവമായി മാറിടും. ഒരു വരികയാണ് ഞാൻ പറഞ്ഞത്. ശിവം എന്നിലില്ലെങ്കിൽ ശവമായി മാറിടും എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മെയും ദൈവത്തെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനമുള്ളൂ. അതേതാണ്? ഈ ആത്മാവ്. ശിവം എന്ന് പറഞ്ഞ ദൈവത്വം, നമ്മുടെ ഉള്ളിലുള്ള ദൈവം. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ എന്തായി മാറും? ശവമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പരിശുദ്ധ നോമ്പിൽ നമ്മൾ ഈ യാമപ്രാർത്ഥന നിർവഹിക്കുന്നത്, ഈ യാമപ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുന്നത് നമ്മളുടെ ശരീരത്തിന്റെ വിശുദ്ധീകരണത്തിനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. വീണ്ടും നമ്മൾ ആ വാക്യത്തിലേക്ക് വരിക. 24 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: സാക്ഷ്യത്തിന്റെ സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ അത് കത്തണം. ഈ ആത്മാവ് ജ്വലിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതെപ്പോഴാണ് ജ്വലിക്കേണ്ടതെന്നൊരു ഇൻസ്ട്രക്ഷൻ മോശയ്ക്ക് ദൈവം കൊടുക്കുക. എപ്പോഴാണ് ഇതിനെ ജ്വലിക്കേണ്ടത്? വൈകുന്നേരം മുതൽ രാവിലെ വരെ അത് ജ്വലിക്കണം. എന്താ ഈ വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രത്യേകത? വൈകുന്നേരം മുതൽ രാവിലെ വരെ ഒന്നും ആലോചിച്ചേ. വൈകുന്നേരം മുതൽ രാവിലെ വരെ എന്താ പ്രത്യേകത? ഇരുട്ടുള്ള സമയം, അന്ധകാരത്തിന്റെ സമയം. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് പ്രകാശിക്കേണ്ടത് എപ്പോഴാണ്? അന്ധകാരത്തിന്റെ ഇടങ്ങളിലാണ്. നമ്മൾ ഓർത്തഡോക്സുകാരെ കുറിച്ച് സാധാരണ പറയുന്ന ഒരു പരാതിയാണ്, അവര് ഈ മിഷൻ പ്രവർത്തനം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ ബാബാമാരൊക്കെ വലിയ മനുഷ്യസ്നേഹികളായി പരിണമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേസും കുക്കാറൊക്കെ കഴിഞ്ഞിട്ട് ഈ മിഷൻ ഫീൽഡിലൊക്കെ വരുവാണ്. കഴിഞ്ഞ പാപം തിരുമേനി മരിച്ചപ്പോ, കാലം ചെയ്തപ്പോൾ അവിടെ വന്ന കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധയാണ്. അതായത് 40-ാം അടിയന്തര ദിനത്തിലാണ് എന്റെ ഓർമ്മ. നമ്മൾ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ആരാധനയുടെ പ്രതിഫലനം. നമ്മുടെ ആരാധനയുടെ പ്രതിഫലനം. നന്നായി ആരാധിക്കുന്നവൻ തന്റെ സഹജീവികളെ നന്നായി നോക്കും. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണ്? ചില അന്ധകാരങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ കേരളത്തിലെ പ്രശ്നം എന്താ? കെയറിംഗ് ഒരു വലിയ പ്രശ്നം. ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നതല്ല, ഞാൻ ആരെയും ഹർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. കെയറിംഗ് ഇപ്പൊ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ പത്രത്തിൽ കൂടെ വായിക്കുന്നതല്ലാതെ ഇന്ന് വരെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും സമരം വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പോയി ഇവരെ സമരം വിളിച്ചിട്ടുണ്ടോ? കാരണം എന്താ? ഇതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മുടെ വീട്ടിലെ അതിലൂടെ പോകുമ്പോ മതിയല്ലോ. നമ്മുടെ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നത് മതിയില്ല. ഇതൊക്കെ ചില അന്ധകാരത്തിന്റെ ഇടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മുടെ ആത്മാവ് പ്രശോഭിക്കുന്നില്ല. ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവ് നീതിക്ക് വേണ്ടി പോരാടേണ്ടവരാണ്, അതിനുവേണ്ടി നിലകൊള്ളേണ്ടവരാണ്. പക്ഷേ ഈ അന്ധകാരത്തിന്റെ സമയങ്ങളിൽ നാം അത് പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. മലയാള മനോരമയിൽ കുറെ നാളുകൾക്ക് മുമ്പ് സപ്ലിമെന്റ് എഡീഷനിൽ ഒരു ചെറിയ സംഭവ കഥ വന്നു.
ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ തമിഴ്നാട് പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കടയുടെ മുന്നിൽ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് നിർത്തി. ആ നിർത്തിയപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ആ കടക്കാരൻ ഒരു പയ്യനെ ആട്ടി ഓടിക്കുക. കാരണം ഇത്രേ ഉള്ളൂ, അവന് വെള്ളം വേണം, പക്ഷെ അവന്റെ പണമില്ല. ഈ കാറിൽ യാത്ര ചെയ്ത മലയാളിയായ മനുഷ്യന്, ആ മനുഷ്യൻ ഇറങ്ങി വന്ന് ആ കടക്കാരനോട് പറഞ്ഞു, അവന് വെള്ളം കൊടുത്തേരെ, അതിന്റെ പണം ഞാൻ തന്നേക്കാം. ഈ കടക്കാരൻ എടുത്ത വായിൽ മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനി താന, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ഇന്നത്തെ നമ്മുടെ പത്രം എടുത്താൽ ഏത് ഉള്ളതായി ചെയ്യുന്നതിന്റെ പേര് ക്രിസ്ത്യാനി അല്ലേ? സംശയമുണ്ടോ? ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയോ, എത്ര ക്രിസ്ത്യാനികളുടെ പേരുണ്ട്? ഭരണക്കോളത്തെ നോക്കാനല്ല, അതിഷ്ടം പോലെ കാണാം. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കോ, ഒന്നെണ്ണം എടുത്ത് എത്ര ക്രിസ്ത്യാനികളുടെ പേരുണ്ട് അതിനകത്ത്. ആത്മാവ് പ്രശോഭിക്കേണ്ട ഇടങ്ങളിൽ പ്രശോഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ വസ്തുതയായി നിലകൊള്ളുന്നു. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം കോറിയിട്ടിരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്, ഒരു വാചകം ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യന്റെ സ്ഥാനത്ത് നമ്മെ സങ്കല്പിച്ചാൽ മതി. ഒരു മനുഷ്യന്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യന്റെ സ്ഥാനത്ത് നമ്മെ സങ്കല്പിച്ചാൽ നമ്മുടെ ആത്മാക്കൾ പ്രശോഭിക്കുന്ന ഇടങ്ങളായി മാറണം. നമ്മുടെ സ്വാർത്ഥതകൾ ഇല്ലാതാകണം. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കണം. മനുഷ്യൻ ഒരു സാധനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതെങ്കിൽ, ഒരു സാധനം അത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ? കണ്ണുകൊണ്ടാണ്. സയൻസ് പറയുന്നത് 80 to 85% ഓഫ് ദ വിഷൻ ഓഫ് ദ പെർസെപ്ഷൻ ഈസ് ബൈ വിഷൻ എന്നാണ്. 80 to 85%. യേശുദമ്പുരാൻ കൂടിയിരുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇല ഇളതായി തളർന്ന് അത് ഇളതായി നിൽക്കുമ്പോൾ നിങ്ങൾ കാലം ഏതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? ഞാനിപ്പോഴും എന്റെ അമ്മയോട് ചോദിക്കാം, അമ്മ മഴ പെയ്യുമോ, സാധ്യതയുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമോ? അടുത്ത തലമുറ ഒരു മേഘം കണ്ടാൽ അത് ആ മേഘം ഇവിടെ മഴ പെയ്യുമോ, അതോ പടിഞ്ഞാറോട്ട് പോകുമോ, തെക്കോട്ട് പോകുമോ? നമുക്കറിയില്ല. കാരണം എന്താണെന്ന് അറിയാം, നമ്മളിന്ന് പുതിയ തലമുറയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ടു ഫോക്കസ്. നീ 10ാം ക്ലാസ് പരീക്ഷ പഠിക്കണം, ഫോക്കസ്. നമ്മുടെ ഫോക്കസ് 10ാം ക്ലാസ് പരീക്ഷയാണ്. മാർഗം ഒരു പ്രശ്നമല്ല. ഇറ്റൊക്കെ വെച്ച് എഴുതുന്ന ആളുകളുണ്ട് അല്ലേ അന്നത്തെ കാലത്ത്. നമുക്ക് ജയിച്ചാൽ മതി, നമുക്ക് നല്ല മാർക്ക് കിട്ടിയാൽ മതി. മാർഗം നമുക്കൊരു പ്രശ്നമല്ല, നമുക്ക് ലക്ഷ്യത്തിലേ. എന്നാൽ ഈ ഫോക്കസ് എന്ന് പറയുന്ന പദത്തോട് ചേർത്ത് പറയാൻ പറ്റിയൊരു മനോഹരമായ പദമുണ്ട്. അതാണ് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായത്. അതേതാണെന്നറിയാമോ? അറ്റന്റീവ്നെസ്. നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിലേക്ക് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ ഞാൻ അറ്റന്റീവ് ആണെങ്കിൽ ഈ ഇരിക്കുന്ന മനുഷ്യരുടെ എല്ലാം ചലനം, കോശിനോടച്ഛന്റെ ഉൾപ്പെടെ, എനിക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാൻ പറ്റും. അവരനന്യം എനിക്ക് മനസ്സിലാവും. അത് അറ്റന്റീവ്നെസ്. ഫോക്കസ് ആണെങ്കിലോ ഇങ്ങനെ നോക്കി യഹോവ പിന്നെയും മോശയോട് വിളിച്ചത്. എന്റെ ഫോക്കസ് എങ്ങോട്ടാ? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ടു ബി അറ്റന്റീവ് എന്നല്ല. അതിന് ഉദാഹരണം പറയാം. ഇന്ന് അനേക ഭവനങ്ങളിൽ അമ്മയപ്പന്മാര് മാത്രമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു പത്തനംതിട്ട
പ്രദേശത്തോട്ട് പോകാൻ പത്തനംതിട്ട തൂമ്പുകൊണ്ടൊക്കെ പ്രദേശത്തൊക്കെ ഉള്ള ആളുകളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം കുവിഞ്ഞുകൂടുന്ന ഒരു ഏറിയാണ്. കാരണം എന്താ? അവിടെയുള്ള ആളുകളെല്ലാം ഗൾഫിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയാണ്. പക്ഷേ ഇന്ന് ഏത് ഭവനത്തിൽ ചെന്നാലും വയ്യാത്ത ഒരപ്പൻ, സുഖമില്ലാത്ത ഒരമ്മ തനിച്ച് താമസിക്കും. എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളെ ഫോക്കസ്, മോനെ നിന്റെ ജീവിതം വളർത്തി വലുതാക്കി മാതാപിതാക്കളുടെ ജീവിതത്തിന് വിലയില്ലാതെ ആക്കി തീർന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അതിന് പകരം നമ്മുടെ കുഞ്ഞുങ്ങളെ അറ്റൻറ്റീവായിട്ടിരിക്കാൻ പഠിക്കണം. നമ്മുടെ ചുറ്റുമുള്ളത് കാണണം, കണ്ണു തുറന്ന് കാണണം. എവിടെയെങ്കിലും മൂല്യച്യുതികൾ ഉണ്ടാകുമ്പോൾ അത് അവിടെ നടന്നതല്ലേ, നമുക്കെന്താ അതിനകത്ത് കാര്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിക്ക് പോകും. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കണ്ടോ, അവിടെ അങ്ങനെ നടന്നു, നമുക്കങ്ങനെ ആകാൻ പാടില്ല. ഇതാരാ പറഞ്ഞു കൊടുക്കണ്ടേ? 1 മണിക്കൂർ പള്ളി വരുമ്പോ അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അച്ഛന്മാരിപ്പോ പറഞ്ഞു കൊടുക്കാനേ പറ്റത്തില്ല. ഇത് വേറെ കാര്യം. അച്ഛന്മാര് പറഞ്ഞു കൊടുക്കാൻ അനുഭവം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ വീക്ഷണങ്ങൾ മാറേണ്ടതാണ്. ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി എല്ലാവരെയും കൂട്ടി നിർത്തുന്ന നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരവരെ, അവരെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ജീവിതം ഒരുപക്ഷെ വെള്ളത്തിലേക്ക് പോയെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ഉത്തരവാദിത്വവും കടപ്പാട് നമുക്കുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ താങ്ങുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ പരാജയം. അതുകൊണ്ട് ഈ ആത്മാവ് കത്തേണ്ടത് എപ്പോഴാണ്? വൈകുന്നേരം മുതൽ രാവിലെ വരെ. ചില അന്ധകാരത്തിന്റെ ഇടങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ആ അന്ധകാരത്തിന്റെ അവസരങ്ങളിൽ നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകളായി നമ്മൾ മാറണം. ഇതാണ് ദൈവം മോശയ്ക്ക് നൽകുന്ന കൽപ്പന, ഇൻസ്ട്രക്ഷൻ. ഇനി ഈ വിളക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, ഈ വിളക്കുകൾ എങ്ങനെയാണ് കത്തുന്നത്? ഈ വിളക്കുകൾ എങ്ങനെയാണ് കത്തുന്നത്? വലിയ ബഹളമൊക്കെ വെച്ച് 4 ആൾ കേളിക്ക് ഒരു പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെയാണോ വിളക്കുകൾ കത്തുന്നത്? അല്ല. അപ്പൊ അവിടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക, നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ ആത്മീയതയുടെ പ്രതിഫലനമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട വെളിച്ചം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയതയുടെ തലം. പക്ഷെ ഇത് ഈ ആത്മീയത കാണുന്നത് വേറൊരു തലത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വേദപുസ്തകമൊക്കെ പൊക്കി നടന്നിട്ട് അല്ലേ, എങ്ങനല്ലേ നമ്മുടെ ആത്മീയത കാണിക്കുക? നമ്മൾ മിടുക്കന്മാരാണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു വേദപുസ്തകമൊക്കെ ആയിട്ട്, വേദപുസ്തകം എടുക്കേണ്ടതല്ല, വേദപുസ്തകം എടുക്കുന്നത് ഏറ്റവും വലുതായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തന്നെ സ്വയം നീതീകരിക്കുന്നതിന് വേണ്ടിയായി മാറുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. നമ്മൾ പരുമലപ്പള്ളി പോകുന്ന എപ്പോഴാണ്? പെരുന്നാളിന്റെ സമയത്താണ്. 4 ആളും കുറെ സീരിയൽ ബൾബും കുറെ വെടിക്കെട്ടും കുറെ ശബ്ദ കോലാഹലങ്ങളും. ഇതിന്റെ ഇടയിൽ നമ്മൾ എന്താ അന്വേഷിക്കാൻ പോകുന്നത്? ആത്മീയത അന്വേഷിക്കാൻ പോകുന്നത്. ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ആത്മീയത അന്വേഷിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമുക്ക് തീവ്രീസമായിട്ടുള്ള ഭക്തി എപ്പോഴാണ് വരുന്നത്? മെയ് മാസം ആകുമ്പോഴത്തേന് പുതുപ്പള്ളി, ചന്ദനപ്പള്ളി, പൊൻപള്ളി, ഇനി ഇല്ലാത്ത പള്ളി, ഉള്ള പള്ളി, നമ്മുടെ പള്ളി, എന്റെ അവസാനം. അവിടെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ അനുഗ്രഹം കിട്ടുന്നു. അതാണ് നമ്മുടെ ഒരു ചിന്ത. ആ സമയമാകുമ്പോഴാണ് തീവ്രീസമായിട്ട് ഒരു പ്രത്യേകമായ ഒരു പവറൊക്കെ കിട്ടുന്നത്, അല്ലേ? ഇതാണ് നമ്മുടെ ചിന്ത. ശബ്ദകോലാഹലത്തിനിടയിൽ ഈ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ കലക്കത്തിന്റെ ദൈവമല്ല, ഞാൻ കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. കലക്കത്തിന്റെ ദൈവമല്ല, ഞാൻ സമാധാനത്തിന്റെ ദൈവമാണ്. നമ്മുടെ ആത്മീയത പ്രകാശിക്കേണ്ടത് നമ്മള് സമാധാനപരമായി ഇരുന്നുകൊണ്ടാണ്. ദൈവസന്നിധിയിൽ ഒന്നും ഇടാതെ ഇരുന്ന്
മിണ്ടാതെ ഇരുന്ന് ആ ദൈവം ആരാണെന്ന് ഒന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ചില പള്ളികളിൽ വിശുദ്ധ കുർബാന അങ്ങോട്ട് കഴിഞ്ഞാൽ കൈകൂട്ടി അങ്ങോട്ട് ഇറങ്ങിയാൽ അപ്പം തുടങ്ങി ബഹളം. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കൈകുത്തി അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഉടനെ പിന്നെ നാട്ടിലുള്ള വിഷയത്തെല്ലാം പള്ളിക്കാണ്. അതേപക്ഷം ആ കൈകുത്തി ഇറങ്ങി ആ അനുഗ്രഹം മേടിച്ച് ഒരു നിമിഷം ഈ കിഴക്കോട്ട് തിരിഞ്ഞ് ബലിപീഠത്തെ നോക്കി തല വണങ്ങി ഒരു നന്ദി വാക്ക് പറഞ്ഞ് എന്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കടന്നു പോകുമോ? പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായും അനുഗ്രഹങ്ങളുടെ കൂമ്പാരം നിങ്ങളുടെ കൂടെ പിന്നാലെ ഉണ്ടാകും. നമുക്കിന്നതിന് കഴിയാറില്ല. ദൈവസന്നിധിയിൽ തലകുനിച്ച് ഒരു നിമിഷം ശാന്തമായി നിൽക്കുവാൻ നമുക്ക് കഴിയാറില്ല. നമുക്ക് കൈയടിച്ച് പാടുന്നതും തമ്പേർ കൊടുക്കുന്നതും ഹല്ലേലൂയ 10 പ്രാവശ്യം പറയുന്നതും ഇവിടെയാണ് നമ്മുടെ ആത്മീയത. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ വിളക്ക് കത്തുന്നത് ശാന്തമായി. നമ്മുടെ വിളക്കുകൾ ശാന്തമായി കത്തുവാൻ ഇടയാകട്ടെ. വളരെ മനോഹരമായ ഒരു ഉപമ ഈ അടുത്തിടയ്ക്ക് കേൾക്കാനായിട്ടിടയായി. ആത്മീയതയെ കുറിച്ച് ആകാശത്തിലൂടെ പറക്കുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തി ആത്മീയതയുടെ ഒരു 4 തരങ്ങൾ. ഒന്നാമത് പറയുന്നത് ആത്മീയത ഹെലികോപ്റ്റർ പോലെയാണ്. എന്താ ഹെലികോപ്റ്റർ? ഹെലികോപ്റ്ററിനെ നമുക്ക് കാണാം, ഹെലികോപ്റ്ററിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ ആത്മീയത എയറോപ്ലെയിൻ പോലെയാണ്. എന്താ എയറോപ്ലെയിൻ പോലെ? നമുക്ക് കാണാം, ശബ്ദം കുറച്ചൊക്കെ കേൾക്കാം. മൂന്നാമത്തെ ആത്മീയത ജെറ്റ് പോലെയാണ് പറയുന്നത്. എന്താ ജെറ്റ്? ശബ്ദം കേൾക്കാനില്ല, ഒരു വര പോലെ ഇങ്ങനെ. നാലാമത്തെ ആത്മീയത റോക്കറ്റ് ആത്മീയതയാണ്. എന്താ? കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, പക്ഷെ സംഭവങ്ങളുണ്ട്. ഇത് ആത്മീയതയുടെ 4 തലങ്ങളാണ്. നമ്മളിപ്പോഴും ഈ ഹെലികോപ്റ്റർ മോഡിൽ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആത്മീയത 4 ആളെ കാണണം. നമ്മൾ പള്ളി വരുന്ന 4 ആളെ കാണണം. പള്ളി വരാൻ വേണ്ടി എത്രയോ സാരികൾ മേടിച്ചു വെച്ചിരിക്കുന്ന ആളുകളുണ്ടെന്നറിയാം. പള്ളി വരാൻ വേണ്ടി മാത്രം. പുരുഷന്മാർ പിന്നെ അത്രയും ഈ ഡ്രസ്സിനോട് കമ്പമുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ 4 ആള് കാണാൻ വേണ്ടിയാണ് നമ്മുടെ ആത്മീയത. നമ്മുടെ ആത്മീയത താഴ്ന്ന നിലയിലാണ്. ചില ആളുകൾ എയറോപ്ലെയിൻ മോഡിലുണ്ട്, ചില ആളുകൾ ജെറ്റ് മോഡിലുണ്ട്, ചില ആളുകൾ റോക്കറ്റ് മോഡിലുണ്ട്. ഈ റോക്കറ്റ് മോഡിൽ പെട്ടതാണ് കാരഞ്ചേരി, തിരുവേനി, പാമ്പാടി തിരുവേനി, പൈതൽ തിരുവേനി ഒക്കെ. അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരാരെയും കണ്ടില്ല. അവര് വലിയ പരിശുദ്ധന്മാരൊന്നുമില്ല. അവരാരെയും കണ്ടില്ല, അവരാരും നോക്കിയത് പോലില്ല. പക്ഷെ അവരിന്ന് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു പോയേക്കും. നമ്മുടെ ആത്മീയതയുടെ തലം എവിടെ നിൽക്കുന്നുവെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുവാൻ ഈ വേദഭാഗം ഉതയും എന്നുള്ളത് സംശയിക്കും. അപ്പൊ ഇതാണ് വിളക്ക് എന്തിന്റെ പ്രതീകമാണ് വന്നത്? വിളക്ക് എന്തിന്റെ പ്രതീകമാണ് വന്നത്? മനുഷ്യന്റെ ആത്മാവ്. ഒന്നാമതായിട്ട് പറഞ്ഞു വിളക്ക് എന്ത് ചെയ്യണം? നിത്യം കത്തിക്കൊണ്ടിരിക്കണം. രണ്ടാമത് പറഞ്ഞു വിളക്ക് എപ്പോൾ കത്തണം? വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തണം. മൂന്നാമത് പറഞ്ഞു വിളക്ക് എങ്ങനെ കത്തണം? ശാന്തമായി ഈ വിളക്ക് കത്തുവാൻ, ലോകത്തിന് പ്രകാശം കൊടുക്കാനായിട്ട് ഇടയാകണം. യേശു തമ്പുരാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇതേ യേശു തമ്പുരാൻ തന്റെ മുന്നിലിരുന്ന ജനത്തെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചങ്ങളാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചങ്ങളാണ്. എന്നതിന്റെ അർത്ഥം യേശു തമ്പുരാനാകുന്ന ആ വലിയ പ്രകാശത്തിൽ നിന്ന്, ആ വലിയ സൂര്യനിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട് ഒരു
ചന്ദ്രൻ എങ്ങനെ പ്രതിബിംബിക്കുമോ അതുപോലെ ആ പ്രകാശം പ്രതിബിംബിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഒരു ചെറു തിരിനാളമായി, ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലൊരു പ്രകാശമായിട്ട് മാറിയാൽ മതി. ഒരു ചെറു തിരിനാളമായെങ്കിലും നമുക്ക് പ്രകാശിക്കാൻ, ഈ ചെറിയ വെളിച്ചങ്ങളായി മാറുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ആത്മീയത നമ്മളിൽ പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ആത്മാവ് നമ്മിൽ ശക്തമായി പ്രശോഭിക്കുകയും ജ്വലിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്തരിച്ചു പോയത്. ആത്മാവിന്റെ കാര്യം ഇവിടെ കഴിഞ്ഞു. ആത്മാവിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, 3. ഓക്കെ, ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 24-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വെക്കണം. ദീപങ്ങൾ നമ്മൾ എവിടെ വയ്ക്കുക? മെഴുകുതിരിയൊക്കെ എവിടെ വയ്ക്കുന്നത്? അതിനൊരു സ്റ്റാൻഡ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഈ തൂക്കുവിളക്കിനെങ്ങനെയാണ് വിളക്ക് വെക്കുന്നത്? അതിനൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിലാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. ഇത് തന്നെയാണ് ദൈവത്തിന്റെ മോശയ്ക്ക് കൊടുക്കുന്ന കൽപ്പന. ഇതൊരു വിളക്കിന്മേൽ വെക്കണം. വിളക്ക് എന്താണെന്നാ പറഞ്ഞത്? ദീപം എന്താണെന്നാ പറഞ്ഞത്? മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യന്റെ ആത്മാവ് അപ്പൊ എവിടെ വയ്ക്കപ്പെടട്ടെ? നമ്മുടെ ദീപങ്ങൾ ഒരു സ്റ്റാൻഡിൽ വെക്കണം. മനുഷ്യന്റെ ആത്മാവ് എവിടെ ഇരിക്കുന്നത്? എന്തോ കേട്ടില്ലേ? മനുഷ്യന്റെ ആത്മാവ് എവിടെ ഇരിക്കുന്നത്? ഇവിടെ എന്റെ ആത്മാവ് എവിടെ ഇരിക്കുന്നത്? എന്റെ ഉള്ളിൽ. ഈ മനുഷ്യന്റെ ആത്മാവെന്ന ദീപം എവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ശരീരത്തിന്റെ ഉള്ളിൽ. ദൈവം മോശയോട് പറയുകയാണ്, ഈ ദീപങ്ങൾ നിലവിളക്കിന്മേൽ വെക്കണം. പക്ഷെ ഒരു വാക്ക് അവിടെ ശ്രദ്ധിക്കണം. അവിടെ വെറും നിലവിളക്കെന്നല്ല പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് തങ്ക നിലവിളക്കിന്മേൽ അത് വയ്ക്കണം. ഈ തങ്കം എന്ന് പറയുന്ന പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, തെഹോറ എന്ന് പറയും. തെഹോറ, അതിന് തങ്കം എന്ന അർത്ഥമുണ്ട്. സ്വർണം, അതിന്റെ പാരമ്യത്തിലുള്ള പ്യൂരിറ്റി ഇരിക്കുന്ന സാധനത്തിനാണ് തങ്കം എന്ന് പറയും, അല്ലേ? അതിന് പ്യൂരിറ്റി എന്ന അർത്ഥമുണ്ട്, വിശുദ്ധമായത്, ക്ലിയർ ആയത് എന്നൊരർത്ഥം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ മനുഷ്യന്റെ ആത്മാവാകുന്ന ദീപം വയ്ക്കപ്പെടേണ്ടത് വളരെ ശുദ്ധീകരിച്ച ഒരു ശരീരത്തിന്മേലാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കുടിച്ച ഒരു ചായ പദം, ഒരു ഗ്ലാസ് ഇവിടെ ഇരിക്കുക. ഒരാൾ വന്ന് ചോദിക്കാം, മോനെ മോളെ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. നിങ്ങൾ പോയി ഫിൽട്ടർ ചെയ്ത് 100% പ്യുവറാ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം. അങ്ങനെ നമ്മൾ പറയുന്നത്, ഈ വെള്ളം ഈ ഗ്ലാസ്സിൽ ഒഴിച്ചാലിരിക്കും. നമ്മൾ ചായ കുടിച്ചിട്ട് വെച്ച ഗ്ലാസ്സാ. ഈ ഗ്ലാസ്സിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലിരിക്കും. ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം 100% പ്യുവറാ. പക്ഷെ എന്തോ പ്രശ്നം, ചായ ഒഴിച്ചു വെച്ച ഗ്ലാസ്. മലിനമായ പാത്രത്തിൽ എത്ര ശുദ്ധിയുള്ള വെള്ളം എടുത്താലും ഒരു വേദനയില്ല. അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതുപോലെയാണ് നമ്മുടെ ശരീരം. നമ്മൾ പ്രാർത്ഥന, ആത്മീയത, പ്രസംഗം, നോമ്പ്, ഉപവാസം, അനുഷ്ഠാനം എല്ലാം ഉണ്ട്. നമ്മുടെ ആത്മാവ് ദിവസവും വിശദീകരിക്കപ്പെടുകയാണ്. പക്ഷെ കുഴപ്പമില്ല, ഈ ശരീരം ശുദ്ധിയുള്ളതല്ലെങ്കിൽ ഇതിനകത്ത് വയ്ക്കപ്പെടുന്ന ആത്മാവ് കെട്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ. അതിനെന്താണ് ചെയ്യുക? വിശുദ്ധീകരണം എന്ന പദം നമുക്കൊരു കൺഫ്യൂസിങ്. എന്താ വിശുദ്ധീകരണം എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ചോദ്യം ചോദിക്കാം, കൂദാശ എന്ന പദത്തിന്റെ അർത്ഥമാണ്. കൂദാശ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരുപാട് ചോദ്യം ചോദിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, കൂദാശ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധീകരണം. അവന്റെ കൂദാശ എന്ന് പറഞ്ഞ
വാഹനകൂദാശ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന എന്തുവാ? നമുക്ക് വാഹനകൂദാശയെ കുറിച്ച് അറിയാം. വാഹനം വിശുദ്ധീകരിച്ച് സെപ്പറേറ്റ് ചെയ്തു. ഭവനകൂദാശയെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ വീട് വന്ന അച്ഛൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് വിശുദ്ധീകരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. വിശുദ്ധ കുർബാന എന്തുവാ? നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ശരീരത്തിന്റെ വിശുദ്ധീകരണം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? കൂദാശകളിലൂടെ. അത് വിശുദ്ധ കുർബാന എന്ന് മാത്രമല്ല, വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, തൈലാഭിഷേകം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരാളെന്നെ തൈലാഭിഷേകം നടത്താനായിട്ട് വിളിച്ചു. ആദ്യം പറഞ്ഞത്, അച്ഛാ ആ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അച്ഛൻ വന്ന് കുർബാന കൊടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, കുർബാന കൊടുക്കാം. അച്ഛാ ഒരു സെക്കൻഡ് അവിടെ മാറി നിന്നിട്ട് രഹസ്യത്തിനോട് തൈലാഭിഷേകം കൂടെ കൊടുത്തേക്കാം. ഇത് അർത്ഥം അമ്മച്ചി കേൾക്കാതെ മാറി നിന്ന് പറയാ, അച്ഛൻ തൈലാഭിഷേകം കൂടെ എന്തുകൊണ്ടർത്ഥം? അമ്മച്ചി തട്ടി പോണെങ്കിൽ ഇങ്ങ് പോകണം. നമ്മുടെ ചിന്ത ഇതാ. തൈലാഭിഷേകത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത ഇതാ. നമ്മൾ മരിക്കാറാവുമ്പോ ചെയ്യുന്ന ഒരു കൂദാശ അങ്ങനെയല്ല. രോഗികളുടെ തൈലാഭിഷേകം നമ്മൾ എപ്പോ രോഗിയായാലും നടത്താവുന്ന ഒരു കൂദാശയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാവുന്ന ഒരു കൂദാശയാണ്. വിശുദ്ധ കുർബാന നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചൊല്ലുന്നോ, എത്ര പ്രാവശ്യം അനുഭവിക്കുന്നോ, അത്രയും പ്രാവശ്യമോ അതിനപ്പുറമോ അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരു കൂദാശയാണ്. പക്ഷെ നമ്മൾ എപ്പോ മാത്രമേ നടത്തുന്നുള്ളൂ? തീർന്ന് ബോധമില്ലാതെ ഒരിക്കലും ചെയ്യരുത്. ഉപയോഗമുള്ളത് നമ്മുടെ അമ്മയപ്പന്മാരോ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവർക്കോ ബോധമില്ലാത്ത അവസ്ഥയിലല്ല ഇത് നൽകേണ്ടത്. ഇത് ദൈവികമായ ഒരു കൂദാശയാണെന്ന് മനസ്സിലാക്കി അവർക്ക് ആ കൂദാശ നൽകാനായിട്ട് ഇടയാകണം. അപ്പൊ ഈ കൂദാശകളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധീകരണത്തിനാണ്. വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, തൈലാഭിഷേക ശുശ്രൂഷ, എല്ലാ കൂദാശകളും, വിവാഹ കൂദാശ, മാമോദീസ കൂദാശ, ഇതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മളെല്ലാം ഈസി വേ ആണ്, ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുക. വളരെ വർഷങ്ങളായിട്ട് മുംബൈയിൽ വരുന്ന ഒരു അപ്പച്ചൻ, ഞാൻ ബ്രദറായിരിക്കുന്ന സമയത്ത് വെളുതീശോ പാട്ട് ഞാനോട് പാടാൻ തുടങ്ങിയപ്പോ അപ്പച്ചനെ വിളിച്ചു, ബ്രദറിനെ ഞാൻ ചോദിച്ചു എന്നാ പറ്റും? ബ്രദറൊന്ന് പുറത്തോട്ട് നോക്കിയപ്പോ ഉത്സവം പ്രാപിക്കാനുള്ള ഒരു നീണ്ട നിര. അപ്പച്ചൻ പറഞ്ഞു, ആ കുറെ വരുന്നതിനെ നോക്കി ഞാൻ നോക്കി, താറാവ് വരുന്ന പോലെ വരുന്നത് കണ്ടോ? ഈ താറാവ് വരുന്ന വരുന്ന ഒരു താറാവ് മുന്നേ നടക്കും, ആ താറാവിന്റെ പിന്നാലെ ബാക്കിയുള്ളതെല്ലാം വരും. ഊസോയെ കുറിച്ച് വളരെ വർഷങ്ങളായിട്ട് നന്നായി ശുശ്രൂഷിക്കുന്ന ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞത്, അപ്പച്ചൻ അത് പറഞ്ഞതിന്റെ കാരണം ഇതാണ്, തങ്കമ്മ പോയോ എന്നാ പിന്നെ എനിക്കൊരു കുഴപ്പം, ഞാൻ മോശക്കാരനാണ്, ഞാൻ മോശക്കാരിയാണ്. അപ്പൊ ചാക്കോ പോയോ എന്നാ പിന്നെ എനിക്കെന്നെ കുഴപ്പം, അപ്പൊ ഇന്നലെയും വെള്ളം അടിച്ച വെള്ളത്തിന്റെ കിടക്കുന്ന ഞാൻ കണ്ടതാ, അവന് വിശ്വസിക്കുമ്പോൾ എനിക്കായിക്കോളൂ. പരിശുദ്ധനായ പൗലോസ് പറയുന്ന ഒരു മനോഹരമായ വാക്യമാണ്, സ്വയം വിവേചിക്കാതെ ഇത് പഠിച്ചാൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് നിമിത്തം അനേകർ ബലഹീനരും രോഗികളുമായി തീരും. നമ്മുടെ രോഗങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. നമ്മുടെ രോഗങ്ങളുടെ കാരണങ്ങൾ, നമ്മുടെ ചില പ്രതിസന്ധികളുടെ കാരണങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്ക്. വിശുദ്ധിയില്ലാതെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ട്
നീ എന്താ പള്ളി വന്നിട്ട് ലേറ്റ് ആയത്? വിശുദ്ധ കുർബാനൊക്കെ അനുഭവിച്ചു കേട്ടോ. അവസാനം വന്ന് ദിവസമൊക്കെ വായിച്ചു വിശുദ്ധ കുർബാന. ഞാൻ ചോദിച്ചു നീ എന്താ ലേറ്റ് ആയത്? ഞാനങ്ങനെ സാധാരണ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടാകും കുർബാന കൊടുക്കാറുണ്ട്. അത് വെച്ചാൽ ഇഡലി ഉണ്ടാക്കാൻ ലേറ്റ് ആയിപ്പോയി. എന്തോടാ? താറാവ് കൂട്ടങ്ങളായി മാറാതിരിക്കട്ടെ. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് അനുകരിച്ച് ചെയ്യാതിരിക്കാനായിട്ട് ഇടയാകട്ടെ. വിവേചിച്ച് സ്വയം ശരീരത്തെ തന്നെ വിവേചിച്ച് നമുക്ക് ജീവിതത്തെ ശുദ്ധീകരിക്കാനായിട്ട്, ശരീരത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഇടയാകണം. എങ്കിൽ മാത്രമേ നാം അനുഭവിക്കുന്ന ഈ കുർബാനയ്ക്ക് പ്രസക്തിയുള്ളൂ. ആരാണ് ഒരു വിശുദ്ധൻ? ആരാ ഒരു വിശുദ്ധൻ? നമ്മൾ പറയും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ആരാ വിശുദ്ധൻ? ദൈവം. നിർത്തിയിടരുതേ പരിശുദ്ധേ. ആരാ പരിശുദ്ധൻ? നിർത്തിയിടരുതേ പരിശുദ്ധൻ ഞങ്ങൾക്കായി വളർത്തുന്നേ. പരിശുദ്ധന്മാരെ നിങ്ങൾ. ആരാ പരിശുദ്ധൻ? തിരുമേനി, ദിവനാസ തിരുമേനി, സ്തേഫാന സാദ, ബഹന സാദ വിശുദ്ധന്മാരുടെ വീണ്ടും. ഇപ്പൊ ദൈവം പരിശുദ്ധൻ, മറിയം പരിശുദ്ധൻ, പരിശുദ്ധന്മാര് ആയിട്ട് നാം വിളിക്കുന്ന എല്ലാവരും പരിശുദ്ധൻ. ബാബാ തിരുമേനി എന്താ അഡ്രസ് ചെയ്യുന്നത്? ബാബാ തിരുമേനി നമ്മൾ എന്താ അഡ്രസ് ചെയ്യുന്നത്? ബാബാ തിരുമേനി എന്താ അഡ്രസ് ചെയ്യുന്നത്? പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയ. ബാബാ തിരുമേനി ആരാ? ബാബാ തിരുമേനി ആരാ? ഇനി നമ്മൾ പരിശുദ്ധന്മാരാണ്. ഇവരെല്ലാം പരിശുദ്ധന്മാരാണ്. നീണ്ട ലിസ്റ്റ. ദൈവമായി, അറിയാമായി, ഈവർഗീസായും പരമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ പരിശുദ്ധന്മാരാണ്. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന ബാബാ തിരുമേനി പരിശുദ്ധരാണ്. നമ്മൾ വിശുദ്ധരാണ്. ആണോ? പരിശുദ്ധരായ പൗലോസ്ലീഹായുടെ ലേഖനം എഴുതുമ്പോൾ എഫേസസിലുള്ള വിശുദ്ധന്മാരെ, കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് അവരെല്ലാം കർത്താവിനോടുള്ള സ്നേഹം കേട്ട് കർത്താവിനോടുകൂടെ ചേർന്നവർ. അവരെല്ലാം വിശുദ്ധരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശുദ്ധരല്ലേ? മാമോദീസായിട്ട് നമ്മുടെ വിശുദ്ധരാണ്. എന്താ വ്യത്യാസം? ദൈവം വിശുദ്ധനാണ്, മറിയം വിശുദ്ധയാണ്, 12 ശ്ലീഹന്മാരും സഹോദരന്മാരും മോഹ്യാന്മാരും നീണ്ട ലിസ്റ്റാണ്. അവരെല്ലാം പരിശുദ്ധന്മാര്. ബാബാ തിരുമേനി പരിശുദ്ധൻ, നമ്മളും പരിശുദ്ധൻ. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താ കാരണം? ഈ പരിശുദ്ധൻ എന്ന് പറയുന്ന പദത്തിന് വേറൊരു വാക്ക് പറയണം. പരിശുദ്ധൻ എന്ന് പറയുന്ന പദത്തിന് വേറൊരു വാക്ക് പറയാൻ പറ്റുമോ? വിശുദ്ധൻ എന്ന് പറയുന്നതായിരിക്കും. രണ്ടും അർത്ഥം ചെയ്യും, വ്യത്യാസമില്ല. വിശുദ്ധനും വിശുദ്ധനും ഒക്കെ വരെ അർത്ഥം, വേറൊരു അർത്ഥമില്ല. എന്നാൽ ഇംഗ്ലീഷിലുണ്ട്. ദൈവത്തെ നമ്മൾ ഹോളി ഗോഡ് എന്ന് പറയും. പക്ഷെ ഗീവർഗീസായ എന്താ പറയാ? സെയിന്റ് ജോർജ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെല്ലാം പരിശുദ്ധന്മാരെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ വേറെ പദവില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ വിശുദ്ധിയല്ല മറിയാമിന്റെ വിശുദ്ധി. മറിയാമിന്റെ വിശുദ്ധിയല്ല 12 ശ്ലീഹന്മാരുടെ വിശുദ്ധി. 12 ശ്ലീഹന്മാരുടെ വിശുദ്ധിയല്ല സഹോദരന്മാരുടെ, മോഹ്യന്മാരുടെ, പരിശുദ്ധന്മാരുടെ വിശുദ്ധി. അവരുടെ വിശുദ്ധിയല്ല ബാബാ തിരുമേനിയുടെ വിശുദ്ധി. ബാബാ തിരുമേനിയുടെ വിശുദ്ധിയല്ല നാം ഓരോരുത്തരുടെ വിശുദ്ധി. നമ്മളൊരു സർക്കിൾ വരച്ചാൽ അതിൽ 100% പൂർണ്ണമായിട്ടിരിക്കുന്ന സർക്കിളായ ദൈവം. ഒരു 90-95 നടക്കാൻ ഞാനാളല്ല എങ്കിൽ ചുമ്മാന്ന് പറഞ്ഞു. അവര് കണക്ക് വന്നിട്ടേ ഉള്ളൂ. ഒരു 90-95% പരിശുദ്ധയാണ്. പരിശുദ്ധ ഒരു 90-85% പരിശുദ്ധനാണ്. നമ്മൾ ഏത് പെർസെന്റേജ് വരും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിശുദ്ധന്മാരാണെന്നൊക്കെ പറയാൻ കൊള്ളാന്നല്ലാതെ
നമ്മൾ വിശുദ്ധന്മാരായോണ്ട നമ്മുടെ പേരുകൾ, വിശുദ്ധന്മാരുടെ പേരുകൾ മാത്രമേ ബലിപീഠത്തിൽ ഓർക്കത്തുള്ളൂ. നമ്മൾ വിശുദ്ധന്മാരായോണ്ട നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ കുർബാന ചൊല്ലുമ്പോൾ അവരുടെ പേരുകൾ എഴുതി കൊടുക്കുന്നു. ക്രൈസ്തവരാരുടെ പേര് നമ്മൾ എഴുതാറില്ല. അതിന് കാരണം അവർ വിശുദ്ധരല്ലാന്നുള്ളതുകൊണ്ട്, അവര് വേർതിരിക്കപ്പെട്ട ജനമല്ല, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ വേർതിരിക്കപ്പെട്ട ജനമാണ്, വിശുദ്ധരായ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ വിശുദ്ധി എത്രത്തോളം ഉണ്ട്? ഇതാണ് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചത്. പരിശുദ്ധ നോമ്പിലൂടെ നാം പ്രാപിച്ചെടുക്കേണ്ട സുഹൃതം എന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധിയാണ്. 80, 85, 90 ഒക്കെ ആയി നമ്മൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട പരിശുദ്ധ മൂറാൻ കൂദാശ നടത്തുന്ന 2 സ്ഥലങ്ങളിൽ എപ്പോഴാണെന്നറിയാം? മൂറാൻ അഭിഷേകം നടത്തുന്നു, കൂദാശയല്ല, മൂറാൻ അഭിഷേകം നടത്തുന്ന 2 സന്ദർഭമേ ഉള്ളൂ. എന്തൊക്കെ? മാമോദീസായും ദേവാലയം ദർശിച്ചു. കറക്റ്റ് ഉത്തരം, വെരി ഗുഡ്. എന്താ അതിന്റെ കാരണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരിൽ 2 പേരിലും വസിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. നാം ഒരു ദേവാലയത്തിന് തുല്യമാണ്. ദേവാലയത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എങ്ങനെ വസിക്കുന്നുവോ അങ്ങനെ തന്നെ വസിക്കുവാൻ നമ്മുടെ ശരീരം നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത്. വിശുദ്ധമായ ശരീരം നമുക്കുണ്ടാകണം. ഒരു ചോദ്യം ചോദിക്കും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ആരാധനാ സ്ഥലത്ത് കൊണ്ടുവരുന്ന ഏതെങ്കിലും മതമാണ്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ദേവാലയത്തിനകത്ത് കൊണ്ടുവരുന്ന ഏതെങ്കിലും മതമുണ്ടോന്ന് ചോദിച്ചു. ക്രിസ്തു മതം. എന്താ കാരണം? ഈ മൃതമായി പോയ ദേഹത്തിന് പോലും ക്രിസ്തു മതത്തിൽ അശുദ്ധി കൽപ്പിച്ചിട്ടില്ല. നമ്മള് വിശുദ്ധ കുർബാനയിൽ ചൊല്ലും. വിശുദ്ധ കുർബാനയല്ല, സന്ധ്യാനമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു ഗീതം ഇങ്ങനെയാണ്: ന്യായാധിപതി പഴി അങ്ങേകദേശം ശ്രദ്ധിച്ചു പാടണേ. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്നിരുമയും. എന്തിനാ വിശുദ്ധ മൃതദേഹം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഒറ്റ കാരണമാണ്. എന്താ? കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിടക്കുമല്ലോ. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന, കർത്താവെ നിന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിടക്കുമല്ലോ. ഈ കാരണം കൊണ്ടാണ് നമ്മള് സിമഞ്ചേരികളിൽ പോയി ധൂപർപ്പിക്കും. അല്ലാതെ ചാക്കോച്ചാന്റെ മഹിമ കണ്ടിട്ടല്ല, തങ്കമ്മയുടെ പ്രാർത്ഥന കണ്ടിട്ടല്ല, ശ്രീസമാജത്തിന്റെ പ്രാർത്ഥനത്തിന്റെ, വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ, യുവജനപ്രസ്ഥാനത്തിന്റെ, എൻജോസിയത്തിന്റെ ഒന്നും പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഒന്നും ആയതുകൊണ്ടല്ല. ഒറ്റ കാരണം എന്താ? അവന്റെ തിരിച്ചറിഞ്ഞ രക്തങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ വർദ്ധിക്കും. ഈ ഒരൊറ്റ കാരണമാണ് നമ്മൾ ദൈവത്തോട് യാചിക്കുന്നത്. ദൈവമേ, നീ നീതിയോടെ ഞങ്ങൾ ന്യായം വിധിച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരല്ല. ഒറ്റ കാര്യം നമ്മൾ പറയുന്നുള്ളൂ: മോചന യോഗ്യത ഇല്ലെങ്കിലും എന്നിലിരിക്കുന്നതിന്റെ തിരിച്ചറിഞ്ഞ രക്തങ്ങൾ ഓർത്ത് എന്നെ കൃപ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം വിശുദ്ധമായി തീരേണ്ടതാണ്. യേശുദാസൻ ചാട്ടമാർ എടുക്കുന്ന ഒരേ ഒരു സംഭവമാണ്. എന്താ? ദൈവത്തിന്റെ മന്ദിരം, ആലയം എന്തുപറ്റി? വ്യാപാര വ്യവസായ വിപണന കേന്ദ്രമായി മാറി. അവർക്കെതിരെ എന്ത് ചെയ്തു? യേശുദാസൻ ചാട്ടമാർ. ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം ദൈവത്തിന് പ്രയോജനകരമായി ചെയ്തില്ലെങ്കിൽ
ഈ ലോകത്തിന്റെ വ്യാപാര വിപണന വ്യാപാര കേന്ദ്രങ്ങളായി മാത്രം നമ്മുടെ ശരീരം മാറ്റപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ നേരെ ചാട്ടവാറെടുക്കുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കും. ഈ അടുത്തിടയ്ക്ക് കേട്ട ഒരു മനോഹരമായ ഉപമ ഇങ്ങനെയാണ്. നമ്മളെല്ലാം കുമിളകളാണ്. ഈ കുമിളകളെ വീർപ്പിക്കുന്നതിന് ചില ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്ക് അറിയാവുന്നവര് എന്ത് ചെയ്യും? ഈ കുമിള ഇങ്ങനെ വീർപ്പിക്കുമ്പോ ഏറ്റവും വലുതായിട്ട് വീർപ്പിക്കും. ഇതറിയാത്തവൻ വീർപ്പിച്ച ചെറുതായിരിക്കും, പെട്ടെന്ന് പൊട്ടിക്കും. നമ്മളെല്ലാം കുമിളകളാണ്. നമ്മൾ 40, 50, 60, 70, 80 വയസ്സൊക്കെ നമ്മൾ ജീവിച്ച് കുമിളകൾ ഇങ്ങനെ വീർപ്പിക്കുക. ഇങ്ങനെ വീർപ്പിച്ച് നമുക്ക് കിട്ടാവുന്ന നോളജ്, ജ്ഞാനം, നമുക്ക് കിട്ടാവുന്ന സമ്പത്ത് എല്ലാം ആർജിക്കുക. കുമിളകൾ ഇങ്ങനെ വീർപ്പിച്ച് ടെക്നിക്ക് അറിയാതെ കുമിള ഇങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുക. ടെക്നിക്ക് അറിയാതെ ഇപ്പോഴും ചെറുതായി തന്നെ. പക്ഷെ ഇത് പൊട്ടുന്ന ഒരു ദിവസം വരും. ഈ കുമിള പൊട്ടുന്ന ഒരു ദിവസം വരും. പൊട്ടിയാൽ എന്താ പ്രത്യേകത? പിന്നെ അത് എന്റേതാണ്, ഞാൻ വീർപ്പിച്ച എന്റെ വായുവാണ്, നിന്റെ വായുവാണ്, അങ്ങനെ പറയാൻ പറ്റും. ഈ കുമിളകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് എന്റെ വായുവാണ്, നിന്റെ വായുവാണ് പറയാൻ പറ്റുമോ? നമ്മൾ ഈ ലോകത്തിൽ മാക്സിമം വീർക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ നമ്മൾ വീർക്കേണ്ടത് ഇവിടെയല്ല. അതാ ദൈവത്തിനായിട്ട് തന്നെ ഓർമ്മിപ്പിക്കും. നമ്മൾ വീർത്ത് വലുതാകേണ്ടത് ഇവിടെയല്ല. നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം കൂട്ടിവെക്കേണ്ടത് ഇവിടെയല്ല. ഇവിടെയുള്ള നിക്ഷേപം കള്ളന് കെടുക്കാത്തതും മുഴുവെടുക്കാത്തതുമായ, കള്ളനെടുത്തോണ്ട് പോകാത്തതും മുഴുവെടുക്കാത്തതുമായ സ്ഥലത്തായിരിക്കണം യേശുവിനെ പഠിപ്പിക്കും. നമ്മുടെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കുക. സമയം അതിനനുസരിച്ച് നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കുക. അവിടെ മാത്രമേ സ്വസ്ഥമായി ആത്മാവിന് വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ആത്മാവിലേക്ക് പാപം വരുന്ന, ആത്മാവിനെ അശുദ്ധമാക്കുന്നത് എങ്ങനെ? ഈ ശരീരം എന്ന മധ്യസ്ഥം വഴി. നമ്മൾ കാണേണ്ടാത്തത് കാണുമ്പോൾ നമ്മുടെ ആത്മാവിനെ ബാധിക്കും. നമ്മൾ ചെയ്യേണ്ടാത്തത് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ കെടുത്തുകളയും. പരിശുദ്ധ നോക്കിൽ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ വാക്കുണ്ട്, കടിഞ്ഞാൺ. അപ്പൊ നമുക്ക് എത്ര നേരം കഴിക്കേണ്ടെന്ന് അറിയുന്നില്ല. അറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ, പിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നൊരു ചായ, പിന്നൊരു ഊണ്, പിന്നെ 3 മണിക്ക് 4 മണിക്ക് ഒരു ചായ, ഒരു കടി, പിന്നെ 7 മണിയാകുമ്പോൾ ഒരു ചപ്പാത്തി, പിന്നെ 10 മണിയാവും. തോന്നുമ്പോഴെല്ലാം കഴിക്കുക. എപ്പ വേണം, എപ്പ നമ്മളെ മുന്നിൽ ആഹാരം കൊണ്ടുവച്ചാൽ നമ്മൾ കഴിക്കാൻ റെഡിയായി. ഇതേ പാപം തന്നെ ആദാമം ചെയ്തു. ആദാമിന് ഭക്ഷണമോഹം ഉണ്ടായത് നമ്മൾ കുറച്ചുകൂടെ പാടിയത്. നമുക്ക് ഈ മോഹങ്ങളല്ല, ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കടിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. യാക്കോബ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നാവ് തീയാണ്. കടിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഒരു കാടിനെ മുഴുവൻ കത്തിക്കാൻ പോകുന്ന തീയായി മാറും. യാക്കോബ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുക. നമ്മുടെ ഈ ജീവിതം ദൈവത്തിന് പ്രീതികരമാണ്. ഈ വേദഭാഗത്തിൽ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിളക്ക് കത്തുവാൻ ആവശ്യമായ ഒലിവെണ്ണ അത് കൊണ്ടുവരാൻ എങ്ങനെ കൊണ്ടുവരുന്നത്? ചക്കി വിട്ട് ഇടിച്ച് കൊണ്ടുവരണം. തെളിവുള്ള ഒലിവെണ്ണ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് നാം ഈ ചക്കിലൂടെ കടന്നു പോവുക. ചില പ്രയാസങ്ങൾ ചക്കിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രയാസങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ ചക്കിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്നതായ തെളിവുള്ള ഒലിവെണ്ണ, അതാണ് നമ്മുടെ ഈ ദീപം കത്താൻ സൂക്ഷിക്കുന്നത്. ബുദ്ധിമതികളായ 5 കന്യകമാരെ നമ്മുടെ വിളക്ക് കെട്ടുപോകാതെ, വിളക്ക് കത്താൻ ആവശ്യമായ എണ്ണ കൂടെ ശേഖരിച്ച് നമുക്ക് മണവാളന്റെ മണവറയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ നോക്കിലൂടെ സാധ്യമാകട്ടെ. വളരെ സസൂക്ഷ്മം കേട്ടിരുന്ന
എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഒരിക്കലൂടെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനുള്ള പ്രത്യേകമുള്ള നന്ദി ബഹുമാനപ്പെട്ട അച്ഛനെയും ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും അറിയിച്ചുകൊണ്ട്